ചില ആൾക്കാരൊക്കെ ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അതൊരു സാംസ്കാരിക സാഹിത്യ മേഖലയിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് അവസാനം അതും ഇതില്ല ഇതുമില്ലാത്ത രീതിയിലാക്കി കളയും. അവർക്ക് പേര് കിട്ടും. പക്ഷേ ക്രിസ്തു മൂലം ദൈവം ഉദ്ദേശിക്കുന്ന ആത്മരക്ഷ എന്ന് പറയുന്ന വിഷയങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. ഒരു ദിവസം ഒരു പ്രേക്ഷിത പ്രവൃത്തിയെങ്കിലും പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കണം എന്നല്ലേ ഈശോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണമെന്നല്ലേ ഈശോ പറഞ്ഞത്. അപ്പം നിലനിൽക്കുന്ന ഫലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഉടമ്പടിക്കാരെ, കർത്താവുമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്നവർ, ഞാൻ അവരെയാണ് അഡ്രസ്സ് ചെയ്യണത്. കർത്താവിനെ കൈമാറുന്ന വിഷയത്തിൽ വളരെ തീക്ഷ്ണമായ ശുഷ്കാന്തി കാണിക്കണം. ഈശോ എപ്പോഴും പറഞ്ഞത് എന്താണ്? ദൈവത്തിരുസന്നിധി സമ്പന്നനാവുക എന്നൊക്കെ പറയത്തില്ല ഈശോ. അപ്പം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ. ദൈവത്തിരുസന്നിധി ഒരാൾക്ക് പിടിപാടുള്ള ആളായി മാറാം. അതിന് ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറണം.